എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 10ാം ക്ലാസ് അടിസ്ഥാന പാഠാവലി മലയാളം സെക്കൻഡിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം 1 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, ഈ പറമ്പിൽ ഇനി വല്ലതും ഉണ്ടോ ബാക്കി? എന്തു നട്ടാലും നശിപ്പിക്കുന്ന ഒരു കോഴി. കോഴിയും കിഴവിയും എന്ന പാഠഭാഗത്തിലെ വരികളാണിവ. മർക്കോസിൻ്റെ വാക്കുകളിൽ പ്രകടമാകുന്നത് എന്ത്? ഉത്തരം അമർഷം. ശ്രീനാരായണ ഗുരു ആകട്ടെ തപശ്ചര്യ കൊണ്ട് വികസിച്ച സ്വകീയമായ വ്യക്തിമഹത്വത്തെ സമൂഹോന്നമനത്തിനായി വിനിയോഗിച്ചു. വ്യക്തിമഹത്വം എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹരൂപം ഏത്? ഉത്തരം വ്യക്തിയുടെ മഹത്വം. തിന്മകൾ കണ്ടുകഴിഞ്ഞാൽ കൊത്തിക്കീറാൻ കൊക്കിനു കഴിയട്ടെ. അയ്യപ്പ പണിക്കരുടെ വരികളാണിവ. കൊത്തിക്കീറുക എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഉത്തരം ശക്തമായി പ്രതികരിക്കുക. മുക്കുറ്റികൾ മാവേലി മന്നനെ എതിരേൽക്കാൻ ഒരുങ്ങി നിൽക്കുന്നത്. ഉത്തരം ദീപക്കുറ്റികൾ നാട്ടി. ശരിയായ പദച്ചേരുവ എഴുതാനാണ് ചോദ്യം. ഉത്തരം ചിറകടി ഒച്ച, ചിറകടി ഒച്ച. അടുത്തത് 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 6ാമത്തെ ചോദ്യം, ബയനറ്റിൻ്റെ മൂർച്ച ഭയങ്കരമാണ്, അതിനേക്കാൾ മൂർച്ചയാണ് പാത്രത്തിന്. പത്രനീതി എന്ന പാഠഭാഗത്തിലെ വരികളാണിവ. സന്ദർഭത്തിൽ തെളിയുന്ന 2 നിരീക്ഷണങ്ങൾ കുറിക്കുക. ഉത്തരം നോക്കാം. പത്രമാധ്യമങ്ങളുടെ ശക്തിയും സ്വാധീനവും, കൂടാതെ വെടിയുണ്ടയേക്കാൾ തീവ്രമായ വിമർശന സ്വഭാവം. 7ാമത്തെ ചോദ്യം, ബഹുലക്ഷം ജനങ്ങളുടെ അന്ധകാര ജീവിതത്തിൽ പ്രകാശം പരത്തി അവരെ സ്വാതന്ത്ര്യ ബോധമുള്ള മനുഷ്യരാക്കി. ശ്രീനാരായണ ഗുരുവിൻ്റെ വരികളാണിവ. ഇങ്ങനെ പറയുന്നതിൻ്റെ 2 കാരണങ്ങൾ എഴുതുക എന്നാണ് ചോദ്യം. അന്ധവിശ്വാസത്തിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും ഗുരു കേരളീയരെ മോചിപ്പിച്ചു. കൂടാതെ ഭയത്തിൽ നിന്നും അടിമബോധത്തിൽ നിന്നുമുള്ള മോചനം. അടുത്തത്, അർത്ഥവ്യത്യാസം വരാതെ ഒറ്റവാക്യം എഴുതാനാണ് ചോദ്യം. അപ്പനും മകനും പരസ്പരം കെട്ടിപ്പിടിച്ചു. ആ കാഴ്ച നോക്കി നിന്നു ചിരുത ആനന്ദിച്ചു. ഇത് എങ്ങനെ ഒറ്റവാക്യം എഴുതാമെന്ന് നോക്കാം. അപ്പനും മകനും പരസ്പരം കെട്ടിപ്പിടിക്കുന്ന കാഴ്ച നോക്കി നിന്ന് ചിരുത ആനന്ദിച്ചു. അടുത്തത് 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഏതുമുറങ്ങാതെമ്പാടും വയലേലകൾ തോറും നടുവിൽ പൊൽക്കിഴി എരിയും വെള്ളിത്താലമെടുത്തു നിന്നു ലസിപ്പു നെയ്യാമ്പലുകൾ. ഓണമുറ്റത്ത് എന്ന പാഠഭാഗത്തിലെ വരികളാണിവ. നൽകിയിരിക്കുന്ന വരികളിലെ കാവ്യഭംഗി വ്യക്തമാക്കാനാണ് ചോദ്യം. ഉത്തരം നോക്കാം. മഹാബലിയെ വരവേൽക്കുന്ന പ്രകൃതി, കൂടാതെ പ്രകൃതി വർണ്ണനയിലെ മനുഷ്യഭാവം, തളികയിൽ പൊൽക്കിഴിയെരിയുന്ന താലവുമായി നിൽക്കുന്ന നെയ്യാമ്പലുകൾ, ആമ്പലിൻ്റെ ആകൃതിയും പ്രത്യേകതകളും കാവ്യഭംഗിയോടെ അവതരിപ്പിക്കുന്നു. 10ാമത്തെ ചോദ്യം നോക്കാം. സംഗതി വളരെ നിസ്സാരമായിരുന്നു. ഒരു കോഴിയെ എറിഞ്ഞു കൊന്നു, അത്രമാത്രം. ആ പൂവൻ കോഴി ഒരു വിപ്ലവം അഴിച്ചുവിട്ടു. കോഴിയും കിഴവിയും എന്ന പാഠഭാഗത്തിലെ വരികളാണിവ. നിസ്സാരമായ സംഗതിയിൽ നിന്ന് വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ മാറാൻ ഇടയായ സാഹചര്യം എന്ത്? സന്ദർഭങ്ങൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദ്യം. നിസ്സാരമായ സംഭവങ്ങളിൽ നിന്നും രൂപപ്പെടുന്ന വലിയ വഴക്ക്, 2 പേർക്കുമിടയിൽ നിലനിന്നിരുന്ന വഴക്ക് ആളിപ്പടരാൻ കാരണമായി ഈ സംഭവം മാറുന്നു. അയൽക്കാരനായി താമസിച്ചവർ ശത്രുക്കളായി മാറുന്നു. മാലിന്യങ്ങൾ പരസ്പരം വലിച്ചെറിയുന്നു. പണമുണ്ടെന്ന അഹങ്കാരം മത്തായിക്കുണ്ടായിരുന്നു. 11ാമത്തെ ചോദ്യം, ഇല്ലാത്തവർ ചെലവാക്കി മുടിയുന്നതിനെ ഗുരുവാണ് നിരോധിച്ചത്. MN വിജയൻ്റെ വരികളാണിവ. വിദ്യാഭ്യാസം, വ്യവസായം, സംഘടന, ജീവിതശുദ്ധി ഇതൊക്കെയാണ് അധസ്ഥിത സമുദായങ്ങൾക്ക് വേണ്ടതെന്നു ഗുരു കൂടെ പറഞ്ഞിരുന്നു. കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ വരികളാണിവ. ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചുള്ള 2 നിരീക്ഷണങ്ങളും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദ്യം. ഉത്തരം നോക്കാം. ലാളിത്യം നിറഞ്ഞ ജീവിതത്തെയാണ് ഗുരു ഇഷ്ടപ്പെട്ടിരുന്നത്. ആർഭാടങ്ങളെയും ധൂർത്തിനെയും ഗുരു അനുകൂലിച്ചിരുന്നില്ല.
അധസ്ഥിത സമുദായത്തിൻ്റെ മോചനം വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാധ്യമാവൂ എന്നുള്ള ചിന്ത ഗുരുവിനുണ്ടായിരുന്നു. അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ഉയർച്ചയ്ക്ക് വ്യവസായങ്ങളും സംഘടനകളും അനിവാര്യമാണ്. ജീവിത വിശുദ്ധി കൈവരിക്കുമ്പോഴാണ് ഒരാൾ പൂർണ്ണനാവുന്നത് എന്ന ചിന്ത ഗുരുവിനുണ്ടായിരുന്നു. പത്രത്തെ എതിർക്കേണ്ടി വന്നാൽ ആ എതിർപ്പിന് പോലും പ്രചാരം വേണമെങ്കിൽ പത്രത്തെ തന്നെ ആശ്രയിക്കണം. പത്രനീതിയിലെ വരികളാണിവ. സുകുമാർ അഴീക്കോടിൻ്റെ അഭിപ്രായം ഈ കാലഘട്ടത്തിലും പ്രസക്തമാണോ? നിങ്ങളുടെ നിരീക്ഷണം എഴുതുക എന്നാണ് ചോദ്യം. പത്രത്തെ വിമർശിക്കാൻ പോലും പത്രത്തെ ആശ്രയിക്കേണ്ട അവസ്ഥ. പത്രങ്ങൾ സത്യം, നീതി, ധർമ്മം ഇതിൻ്റെ അടിസ്ഥാനത്തിലാവണം പ്രവർത്തിക്കേണ്ടത്. ഈ കാലഘട്ടത്തിൽ വ്യക്തികൾക്ക് വിമർശനത്തിന് സാധ്യത ഒരുപാടുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സത്യത്തെ പ്രദർശിപ്പിക്കാനുള്ള അവസരമുണ്ട്. സ്വന്തമായ നിരീക്ഷണം എഴുതുന്നു. അടുത്തത് നോക്കാം. തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയെത്ര മാവുകളാണ് എൻ്റെ ഓർമ്മയിൽ നിരന്നു നിൽക്കുന്നത്. 10-45 കൊല്ലങ്ങൾക്കപ്പുറത്തു നിന്ന് അതിൻ്റെ സ്വാദ് നാക്കിൻ്റെ അറ്റത്തു വന്നു നിറയുന്നു. കൊച്ചു ചക്കരച്ചിയിലെ വരികളാണിവ. പ്രകൃതി നൽകിയ മധുരമായ ഓർമ്മകളാണ് ലേഖകനിൽ വന്നു നിറയുന്നത്. സൂചനകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുക. ഉത്തരം നോക്കാം. പ്രകൃതി നൽകിയ മധുരമായ ഓർമ്മകൾ. മാഞ്ചുവട്ടിൽ കഴിച്ചുകൂട്ടിയ മനോഹരമായ കുട്ടിക്കാലം. പ്രകൃതിയുടെ മടിത്തട്ടിൽ കളിച്ചു വളർന്നു വന്ന പഴയകാല അനുഭവങ്ങൾ. മാവിൻ ചുവട്ടിൽ ഒത്തുകൂടുന്ന കൊതിയ സാമ്രാജ്യക്കാർ. മഴ കൊണ്ടാലും പാവം തുമ്പകൾ. മലരിൻ കൂട നിറച്ചു വിറച്ചേ നിൽക്കുകയാലോ മേടുകൾ തോറും. ഓണമുറ്റത്ത് എന്ന പാഠഭാഗത്തിലെ വരികളാണിവ. ഓണക്കാല പ്രകൃതിയുടെ മനോഹര ചിത്രം വാക്കുകളിലൂടെ വരച്ചിട്ടിരിക്കുകയാണ് വൈലോപ്പിള്ളി. വരികളും പ്രസ്താവനയും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദ്യം. ഉത്തരം നോക്കാം. ഓണക്കാല പ്രകൃതിയുടെ മനോഹരമായ ചിത്രം. കൂടാതെ ഓണത്തെ വരവേൽക്കാൻ മലരിൻ കൂടു നിൽക്കുന്ന തുമ്പ. മഞ്ഞും മഴയും വകവയ്ക്കാതെ പൂക്കൾ തേടിപ്പോകുന്ന കുട്ടികളെ. മലർക്കുട നിറച്ച് നിൽക്കുകയാണ് തുമ്പപ്പൂ. രാജാവിനെ മാറി നിന്ന് വീക്ഷിക്കുന്ന സാധാരണക്കാരുടെ ഭാവം തുമ്പയിൽ കാണാം. പ്രകൃതി വർണ്ണനയിൽ മാനുഷിക ഭാവം പകർന്നു നൽകുകയാണ് വൈലോപ്പിള്ളി. അടുത്തതായി 6 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 15ാമത്തെ ചോദ്യം. അടുത്ത പ്രഭാതത്തിൽ അയൽവീടുകളിൽ കോഴി കൂകിയപ്പോൾ ചത്ത കോഴി ദഹിച്ചു പക്വാശയത്തിലെത്തിയ കോഴി മത്തായി മാർഗേന കൂകി നോക്കിക്കോ. വല്യമ്മ മർക്കോസിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ മകനെ, ഈ നന്ദികെട്ടവരുടെ ഇടയിന്ന് കർത്താവെന്നെ അങ്ങ് വിളിച്ചിരുന്നെങ്കിൽ. നൽകിയിട്ടുള്ള സൂചനകളും മറ്റ് കഥാസന്ദർഭങ്ങളും പരിഗണിച്ച് കോഴിയും കിഴവിയും എന്ന കഥയ്ക്ക് ആസ്വാദനം തയ്യാറാക്കാനാണ് ചോദ്യം. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ കോഴിയും കിഴവിയും എന്ന് തന്നെ തലക്കെട്ടായി നൽകാവുന്നതാണ്. കൂടാതെ കഥയുടെ ആശയം, ആഖ്യാന ശൈലി, നർമ്മത്തിൽ ചാലിച്ച ഭാഷയുടെ സൗന്ദര്യം, ചിരിയും ചിന്തയും സമ്മാനിക്കുന്ന കഥാസന്ദർഭങ്ങൾ, മത്തായിയുടെയും മർക്കോസിൻ്റെയും കുടുംബ പശ്ചാത്തലം, കഥയിൽ കടന്നുവരുന്ന കുട്ടികളുടെ പ്രാധാന്യം, നാടകീയ മുഹൂർത്തങ്ങൾ നിറഞ്ഞ കഥയുടെ അവതരണം എന്നുകൂടെ ചേർത്ത് വേണം ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ. അടുത്തതായി, പത്രങ്ങൾ ഏറ്റവും കൂടുതൽ അതിജീവിക്കുന്നത് അവയുടെ വഷളത്തരം ഏറ്റവും കൂടുമ്പോഴാണെന്ന പ്രസ്താവനയെപ്പറ്റി ഇന്ന് വായനക്കാർ തെറ്റു പറയുമോ? സുകുമാർ അഴീക്കോട് പറഞ്ഞ വരികളാണിവ. പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്നതാണ്. സാമുവൽ ബട്ട്ലറുടെ വരികളാണിവ. 2 നിരീക്ഷണങ്ങളും പാഠഭാഗവും വിശകലനം ചെയ്ത് സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കാനാണ് ചോദ്യം. പ്രഭാഷണം തയ്യാറാക്കുമ്പോൾ അഭിസംബോധന വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടാതെ പത്രധർമ്മം, ബയണറ്റിനേക്കാൾ ഭരണാധികാരികൾ ഭയക്കുന്നത് പത്രമാധ്യമങ്ങളെയാണ് എന്നുള്ള കാര്യം. കൂടാതെ സത്യത്തെ അസത്യമായും അസത്യത്തെ സത്യവുമായാണ് പത്രങ്ങൾ അവതരിപ്പിക്കുന്നത്. അനീതിയുടെ പക്ഷത്താവരുത് പത്രങ്ങൾ നിൽക്കേണ്ടത്. സത്യവും ധർമ്മവും ഒരിക്കലും കൈവിടരുത്. അധികാരികളെ സുഖിപ്പിക്കുന്ന രീതിയിൽ പത്രങ്ങൾ മാറരുത്. സാമ്പത്തിക ലാഭത്തിനും പ്രചാരണം വർദ്ധിപ്പിക്കാനും വേണ്ടി തരം താഴരുത്. പക്ഷപാതിത്വം പത്രങ്ങളുടെ വില നഷ്ടപ്പെടുത്തുമെന്നുള്ള ബോധം. അടുത്തത് നോക്കാം. അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. ശ്രീനാരായണ ഗുരുവിൻ്റെ വരികൾ.
കേരളീയരെ മനുഷ്യത്വം പഠിപ്പിച്ച ഏക ഗുരുനാഥനെന്നും ഈ ഋഷിവര്യനെ വിശേഷിപ്പിക്കാം. നൂറ്റാണ്ടുകളായി ചവിട്ടിമെതിക്കപ്പെട്ടു കിടന്ന മനുഷ്യത്വത്തെ അദ്ദേഹം സമുദ്ധരിച്ചു. കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ വരികളാണിവ. വരികളും കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ നിരീക്ഷണങ്ങളും മുൻനിർത്തി ഗുരുദേവ ദർശനങ്ങളിലെ മാനവികത എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കാനാണ് ചോദ്യം. ഉപന്യാസം തയ്യാറാക്കുമ്പോൾ ഗുരുദേവ ദർശനങ്ങളിലെ മാനവികത എന്ന് തന്നെ തലക്കെട്ടായി നൽകാവുന്നതാണ്. കൂടാതെ എല്ലാവർക്കും ഉൾക്കൊള്ളാനാവുന്ന ഗുരുദർശനങ്ങൾ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള കാഴ്ചപ്പാട്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുള്ള ചിന്ത, ജാതിമത ചിന്തകൾക്കപ്പുറത്തുള്ള മനുഷ്യസ്നേഹം, മനുഷ്യജാതി എന്ന വിശാലമായ കാഴ്ചപ്പാട്, മാനവിക മൂല്യങ്ങൾക്കാണ് പരിഗണന നൽകുന്നത് എന്നുള്ള ബോധം, സാർവിക ലൗകികത, ജാതി പിശാചിൻ്റെ വലയത്തിൽ നിന്നും കേരളീയരെ മോചിപ്പിച്ച ഗുരുവര്യനാണ് ശ്രീനാരായണ ഗുരു. അധകൃത വർഗോദ്ധാരകൻ. കൂടാതെ യുക്തിചിന്തയിലൂടെ അന്ധവിശ്വാസങ്ങളിൽ നിന്നും കേരളീയരെ കരകയറ്റി കേരളീയരെ സ്വതന്ത്രബോധമുള്ള മനുഷ്യരാക്കി മാറ്റാനും ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങൾ സഹായിച്ചു. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.